കുഞ്ഞോളെ, കഴിഞ്ഞ വീഡിയോയിൽ സൊല്യൂഷൻ്റെ ഡിഫറെൻ്റ് ടൈപ്സ്, 3 ഡിഫറെൻ്റ് ടൈപ്പിലുള്ള സൊല്യൂഷൻസ് നമ്മൾ പഠിച്ചു. ട്രൂ സൊല്യൂഷൻ, കൊളോയിഡൽ സിസ്റ്റം ആൻഡ് സസ്പെൻഷൻ. അതിൽ അവർ തമ്മിലുള്ള ബേസിക് ആയിട്ടുള്ളൊരു 4 ഡിഫറൻസുകൾ നമ്മൾ പറഞ്ഞു. നമ്മളിനി അതിൽ കൊളോയിഡൽ സിസ്റ്റത്തിനെ മാത്രമായിട്ട് പഠിക്കുകയാണ്. ട്രൂ സൊല്യൂഷനെ കുറിച്ച് നമ്മൾ സൊല്യൂഷൻ എന്നുള്ള പാഠത്തിൽ പഠിച്ചു കഴിഞ്ഞു. ഇനി കൊളോയിഡൽ സിസ്റ്റത്തിനെ കുറിച്ചിട്ടും അതിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചിട്ടും അവിടെ നടക്കുന്ന ഫിനോമിനയെ കുറിച്ചിട്ടുമാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് കൊളോയിഡൽ സൊല്യൂഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നേരത്തെ പറഞ്ഞ ഡിഫറൻസ് പ്രകാരമാണെങ്കിൽ പാർട്ടിക്കിൾസിന്റെ സൈസ് 1 നാനോമീറ്ററിനും 1000 നാനോമീറ്ററിനും ഇടയ്ക്ക് വരുന്ന സൊല്യൂഷനുകളാണ് കൊളോയിഡൽ സൊല്യൂഷനുകൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി സാധാരണ ഒരു ബൈനറി സൊല്യൂഷനിൽ 2 കമ്പോണൻസ് ഉണ്ടാവാറുണ്ട്. 2 കമ്പോണൻസ് ആണ് ഉണ്ടാവുക. നമ്മൾ ആ 2 കമ്പോണൻസിനെ സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ് എന്ന് പറയും, അല്ലേ? അതേപോലെ ഒരു കൊളോയിഡൽ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ ആ കൊളോയിഡൽ സിസ്റ്റത്തിൽ 2 കമ്പോണൻസ് ഉണ്ടാവും. ഒരു കൊളോയിഡൽ സിസ്റ്റത്തിൽ 2 കമ്പോണൻസ് ഉണ്ടാവും. നമ്മളതിന് കമ്പോണൻസ് എന്ന് പറയുന്നതിന് പകരം വേറൊരു ടേമാണ് ഉപയോഗിക്കാറുള്ളത്, ഫേസസ്. ഫേസസ് ഓഫ് കൊളോയിഡൽ സൊല്യൂഷൻസ്. ഓക്കെ, കേൾക്കണേ, ഫേസസ് ഓഫ് കൊളോയിഡൽ സൊല്യൂഷൻസ്. ഫേസസ് ഓഫ് കൊളോയിഡൽ സൊല്യൂഷൻസ്. Actually, another components, just like components in a true solution, binary solution, here we use the term phase of colloidal solutions. Okay, ഒരു കൊളോയിഡൽ സൊല്യൂഷനിലെ 2 ഫേസുകൾ ഉണ്ടാവും. ആ ഫേസുകൾക്ക് പറഞ്ഞ പേരുകളാണ്, കേൾക്കണേ. ആ ഫേസുകൾ 2 ഫേസുകൾ ഉണ്ടാവും. ആ ഫേസുകളാണ്, ഒന്ന് ഡിസ്പേഴ്സ്ഡ് ഫേസ്. ഒന്നാമത്തെ ഫേസ് ഡിസ്പേഴ്സ്ഡ് ഫേസ്. രണ്ടാമത്തെ ഫേസ് ഡിസ്പേർഷൻ മീഡിയ. എന്താണ് ഡിസ്പേർഷൻ മീഡിയ? എന്താ സംഗതി പറയണ്ടേ? ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറഞ്ഞാൽ ഒരു ട്രൂ സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ സൊല്യൂട്ടിന്റെ സ്ഥാനം എന്താണോ അതാണ് ഡിസ്പേഴ്സ്ഡ് ഫേസിന് ഒരു കൊളോയിഡൽ സിസ്റ്റത്തിലുള്ള സ്ഥാനം. അതായത് ഡിസ്പേഴ്സ്ഡ് ഫേസ് ഓഫ് എ കൊളോയിഡൽ സിസ്റ്റം ഈസ് ആക്ച്വലി ദി കമ്പോണന്റ് വിച്ച് ഈസ് പ്രസന്റ് ഇൻ ലെസ് ക്വാണ്ടിറ്റി. കൊളോയിഡൽ സിസ്റ്റത്തിൽ കുറഞ്ഞ അളവിലുള്ളത് ഏത് കമ്പോണന്റ് ആണോ അതിന്റെ പേരാണ് ഡിസ്പേഴ്സ്ഡ് ഫേസ്. ജസ്റ്റ് ലൈക്ക് സൊല്യൂട്ട് ഇൻ എ സൊല്യൂഷൻ. ഓക്കെ, ഇറ്റ് ഈസ് കമ്പോണന്റ് പ്രസന്റ് ഇൻ സ്മോൾ ക്വാണ്ടിറ്റി. Component present in small quantity or less quantity. Okay, just like solute in solution. ഇനി കുഞ്ഞോളെ, ഇതിന് വേറെ 2 പേരുകൾ കൂടിയുണ്ട്, അതുകൂടി ഓർമ്മയാണ്. ഡിസ്പേഴ്സ്ഡ് ഫേസിന് വേറൊരു പേര് കൂടിയുണ്ട്. ആ പേരാണ് ഡിസ്കണ്ടിന്യൂസ് ഫേസ്. എന്താണ് ഡിസ്കണ്ടിന്യൂസ് ഫേസ്? ഡിസ്കണ്ടിന്യൂസ് ഫേസ്. അത് കൊളോയിഡൽ സിസ്റ്റം എന്ന് പറയും, കൊളോയിഡൽ സൊല്യൂഷൻ എന്ന് പറയുന്ന സൊല്യൂഷനിൽ ത്രൂ ഔട്ട് ആയിട്ടില്ല. അവിടെ ഇവിടെ ഹെറ്ററോജീനിയസ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഡിസ്കണ്ടിന്യൂസ് ഫേസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിന് പറഞ്ഞ വേറൊരു പേരാണ് ഇന്നർ ഫേസ്. ലാർജ് ക്വാണ്ടിറ്റി ഉള്ള അതിന്റെ ഉള്ളിലുള്ള ഫേസ് ആണ് ഈ ഡിസ്പേഴ്സ്ഡ് ഫേസ്. അതുകൊണ്ടാണ് അതിന് ഇന്നർ ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഫേസ് ആണ് ഡിസ്പേർഷൻ മീഡിയ. അപ്പോ തീർച്ചയായിട്ടും ഇത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഡിസ്പേഴ്സ്ഡ് ഫേസ് ലെസ് ക്വാണ്ടിറ്റിയിലുള്ള കമ്പോണന്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ദിസ് ഈസ് ദി കമ്പോണന്റ് വിച്ച് ഈസ് പ്രസന്റ് ഇൻ ലാർജ് ക്വാണ്ടിറ്റി. ഓക്കെ, പ്രസന്റ് ഇൻ large quantity. Okay, ഇനിയുണ്ടല്ലോടാ കുഞ്ഞോളെ എന്ന് പറയുന്നത് ആക്ച്വലി it is just like a solvent in solution. Okay,
just like solvent in solution. Solvent in solution. ഇതിന് പറഞ്ഞ വേറൊരു പേരാണ് കണ്ടിന്യൂസ് ഫേസ്. കണ്ടിന്യൂസ് ഫേസ്. കൊളോയിഡൽ സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന് മുഴുവനായിട്ടും കാണപ്പെടുന്ന കണ്ടെയ്നറിന് മുഴുവനായിട്ടും ഇതിനെ കാണപ്പെടും. കണ്ടിന്യൂസ് ഫേസ് ഓർ ഇസ് കോൾഡ് ഔട്ടർ ഫേസ്. ഔട്ടർ ഫേസ്. അപ്പൊ സാധാരണ ഒരു സൊല്യൂഷനിൽ ട്രൂ സൊല്യൂഷനില് സൊല്യൂട്ട് സോൾവെന്റ് ഡിസോൾവ്ഡ് ആണ്. അതേപോലെ നമ്മൾ ഇവിടെ പറഞ്ഞ പേരെന്താ അറിയോ? സൊല്യൂഷനിൽ ഇൻ എ സൊല്യൂഷൻ സൊല്യൂട്ട് ഈസ് ഡിസോൾവ്ഡ് ഇൻ ഇൻസോൾവെന്റ്. സൊല്യൂട്ട് ഈസ് ഡിസോൾവ്ഡ് ഇൻ ഇൻസോൾവെന്റ്. ഇവിടെ എങ്ങനെ പറയുന്ന അറിയാവോ? ഡിസ്പേഴ്സ്ഡ് ഫേസ് ഈസ് ഡിസ്പേഴ്സ്ഡ് ഇൻ ഡിസ്പെർഷൻ മീഡിയ. ഓക്കെ, ഡിസോൾവ്ഡ് എന്ന് പറയുമ്പോൾ ത്രൂ ഔട്ട് ആയിട്ട് എത്തി എന്നുള്ളൊരു മീനിങ് വരും. ഡിസ്പേഴ്സ്ഡ് എന്ന് പറയുമ്പോൾ പല ഭാഗത്തായിട്ട് ചിതറിയിരിക്കുകയാണ്, എല്ലായിടത്തും ഉണ്ടാവില്ല. ഡിസ്പേർഷൻ മീഡിയത്തിന്റെ എല്ലായിടത്തും ഡിസ്പേഴ്സ്ഡ് ഫേസ് ഇല്ല. ഡിസ്പേർഷൻ മീഡിയത്തിന്റെ അവിടെ എവിടെയൊക്കെ ആയിട്ടാണെന്നുള്ളത് ഡിസ്പേഴ്സ്ഡ് ഫേസ് ഉള്ളത്. അതായത് ഡിസ്പേഴ്സ് ചെയ്തിട്ടാണുള്ളത്, ചിതറിയിരിക്കുകയാണ്. ഓക്കെ, സോ നമുക്ക് പറയാം ഇൻ എ കൊളോയിഡൽ സൊല്യൂഷൻ, ഇൻ എ കൊളോയിഡൽ സൊല്യൂഷൻ ഡിസ്പേഴ്സ്ഡ് ഫേസ് ഈസ് ഡിസ്പേഴ്സ്ഡ് ഇൻ ഡിസ്പെർഷൻ മീഡിയ. Okay, just like in a solution, so solute is dissolved in solvent. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൊളോയിഡൽ സിസ്റ്റത്തിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞതാണ് സ്റ്റാർച്ച് ഇൻ വാട്ടർ, അല്ലെ? സ്റ്റാർച്ച് ഇൻ വാട്ടർ. ഇവിടെ സ്റ്റാർച്ച് ആണ് ഡിസ്പേഴ്സ്ഡ് ഫേസ്, വാട്ടർ ആണ് ഡിസ്പെർഷൻ മീഡിയം. ഓക്കെ, സോ ഇൻ സ്റ്റാർച്ച് ഇൻ വാട്ടർ കൊളോയിഡൽ സൊല്യൂഷൻ the dispersed phase starch is dispersed in the dispersion medium water. ഓക്കെ അല്ലേ? അപ്പൊ രണ്ട് ഫേസുകൾ നിങ്ങൾക്ക് ക്ലിയർ ആയി. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ കൊളോയിഡൽ സൊല്യൂഷൻസിനെ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ആ ക്ലാസിഫിക്കേഷൻ കൂടി പഠിക്കണം. ഓക്കെ, അത് നമുക്ക് ഈ സെക്ഷനിൽ തന്നെ പറയാം. ക്ലാസിഫിക്കേഷൻ ഓഫ് കൊളോയിഡൽ സൊല്യൂഷൻസ്. അപ്പൊ പറഞ്ഞു രണ്ട് രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രണ്ട് രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ നടത്തിയതെന്ന് ആദ്യം പറയണ്ടേ? ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുള്ളത് നമുക്കറിയാം, കൊളോയിഡൽ സൊല്യൂഷന് രണ്ട് ഫേസുകൾ ഉണ്ടല്ലോ. ആ ഫേസുകളുടെ ഫിസിക്കൽ സ്റ്റേറ്റ് എന്താണ്, സോളിഡ് ആണോ ലിക്വിഡ് ആണോ ഗ്യാസ് ആണോ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ. സോ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ the physical state of a based on physical state of dispersed phase and dispersion medium. That means phases of a colloidal solution. Not phases of colloidal solution. അതെ ഫിസിക്കൽ സ്റ്റേറ്റ് ഏത് ഡിസ്പേഴ്സ്ഡ് ഫേസിന്റെയും ഡിസ്പെർഷൻ മീഡിയത്തിന്റെയും ഫിസിക്കൽ സ്റ്റേറ്റ് മാറുന്നതിനനുസരിച്ചിട്ട് 8 ടൈപ്പിലുള്ള കൊളോയിഡൽ സൊല്യൂഷൻസ് പോസിബിൾ ആണ്. നമ്മളിവിടെ പഠിക്കേണ്ടത് ആ 8 ടൈപ്പിലുള്ളത് ഏതൊക്കെയാണ്, അതിന് ഓരോന്നിനും പ്രത്യേകമായിട്ടൊരു പേര് പറയാറുണ്ട്, ഓരോന്നിനും ഒരു കോമൺ നെയിം ഉണ്ട്. ആ കോമൺ നെയിം പഠിക്കണം. നെക്സ്റ്റ് ഓരോന്നിനും എക്സാമ്പിൾ പഠിക്കണം. ഓക്കെ, നമുക്കതിപ്പോ പഠിക്കാം. ഓക്കെ, ഒന്നാമത്തെ കോളത്തില് ഡിസ്പേഴ്സ്ഡ് ഫേസ്, ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് ഡിസ്പേഴ്സ്ഡ് ഫേസ്. സെക്കൻഡ് കോളത്തില് ഡിസ്പേർഷൻ മീഡിയത്തിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ്, ഡിസ്പേർഷൻ മീഡിയം, ഡിസ്പേർഷൻ മീഡിയം. ഇനി അടുത്ത കോളത്തില് അതിന്റെ കോമൺ നെയിം എന്താണ്, കോമൺ നെയിം. ആൻഡ് ലാസ്റ്റ് കോളത്തില് എക്സാമ്പിൾ. ഓക്കെ, എക്സാമ്പിൾ. എക്സാമ്പിൾ. ഒന്നാമത്തത് ഡിസ്പേഴ്സ്ഡ് ഫേസ് സോളിഡ്. കേൾക്കണം, ഡിസ്പേഴ്സ്ഡ് ഫേസ് സോളിഡ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം
അതും സോളിഡ്. അതായത് സോളിഡ് ഈസ് ഡിസ്പേഴ്സ്ഡ് ഇൻ സോളിഡ്. സോളിഡ് ഈസ് ഡിസ്പേഴ്സ്ഡ് ഇൻ സോളിഡ്. ഓക്കെ, നമുക്ക് ആദ്യം പിന്നെ എല്ലാ സ്റ്റേറ്റുകളും പറയാം, എന്നിട്ട് കോമൺ നെയിം പറയാം. എന്ത് പറയുന്നു? സോളിഡ് ഈസ് ഡിസ്പേഴ്സ്ഡ് ഇൻ സോളിഡ്. അഗൈൻ സോളിഡ് ഈസ് ഡിസ്പേഴ്സ്ഡ് ഇൻ ലിക്വിഡ്. എന്താണ്? സോളിഡ് ഈസ് ഡിസ്പേഴ്സ്ഡ് ഇൻ ലിക്വിഡ്. And next solid is dispersed in gas. ഇതാണ് ആദ്യത്തെ 3 ടൈപ്പ്. അപ്പൊ ഇവിടെ എന്താണ്? സോളിഡ് ഡിസ്പേഴ്സ്ഡ് ഇൻ സോളിഡ്, സോളിഡ് ഡിസ്പേഴ്സ്ഡ് ഇൻ ലിക്വിഡ്, സോളിഡ് ഡിസ്പേഴ്സ്ഡ് ഇൻ ഗ്യാസ്. ഇനി ലിക്വിഡ് ഡിസ്പേഴ്സ്ഡ് ഇൻ സോളിഡ്, ലിക്വിഡ് ഡിസ്പേഴ്സ്ഡ് ഇൻ liquid disposed in liquid, then liquid disposed in gas. ഇതാണ് അടുത്ത 3. നെക്സ്റ്റ് മക്കൾ കേൾക്കണേ. ഗ്യാസ് ഈസ് ഡിസ്പോസ്ഡ് ഇൻ സോളിഡ്. ഗ്യാസ് ഈസ് ഡിസ്പോസ്ഡ് ഇൻ ലിക്വിഡ്. ഇതിൽ 2 ഗ്യാസ് ഇൻ ഗ്യാസ് ഇല്ല. അതെ, ഗ്യാസിൽ ഡിസോൾവ് ചെയ്താൽ ഹോമോജീനസ് ആണ്. അതായത് അതൊരു ട്രൂ സൊല്യൂഷൻ ആണ്. ഗ്യാസ് ഇൻ ഗ്യാസ് കൊളോയിഡൽ സൊല്യൂഷൻ ഇല്ല, അത് ഹോമോജീനസ് ആയതുകൊണ്ടാണ്. ഓക്കെ, എന്താണ് കൊളോയിഡൽ സ്റ്റേറ്റ്? കൊളോയിഡൽ സ്റ്റേറ്റ് ആക്ച്വലി ഹെറ്ററോജീനസ് ആണ്. ഒരു ഗ്യാസ് മറ്റൊരു ഗ്യാസിന് യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും, അത് ട്രൂ സൊല്യൂഷൻ ആയിരിക്കും, ഒരിക്കലും അത് കൊളോയിഡ് ആവില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് 8 സ്റ്റേറ്റ്, 8 ടൈപ്പിലുള്ള കൊളോയിഡൽ സൊല്യൂഷൻസ്. ഇനി ഓരോന്നിനുമുള്ള കോമൺ നെയിമുകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, സോളിഡിന് പറഞ്ഞ കോമൺ നെയിമാണ്, കേൾക്കണേ. സോളിഡ് സോൾ പഠിക്കണം, നിർബന്ധമായിട്ട് പഠിക്കണം. സോളിഡ് സോൾ. ആൻഡ് സോളിഡ് ലിക്വിഡ്, അതിന് പറഞ്ഞ പേരാണ് സോൾ. Okay, and next solid in gas is called solid aerosol. Solid aerosol. Solid solid aerosol. Then liquid in solid, and which is called liquid in solid is called gel. Now gel. Liquid is called emulsion. And liquid in gas is called liquid aerosol. Clear? Then gas in solid, which is called solid form. And gas in liquid is called foam. So these are the different common names for the 8 different types of colloidal solutions. See, എന്താണ് സോൾ എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ പറയണം solid is dispersed in liquid. What is emulsion? It is liquid is dispersed. It is a colloidal system in which liquid is dispersed in liquid. What is gel? It is a colloidal solution in which a liquid is dispersed in solid. What is foam? It is a colloidal solution in which a gas is dispersed in liquid. Okay. ഇനി നമ്മൾ ഓരോന്നിലെ എക്സാമ്പിൾ പറയാൻ വേണ്ടി പോവാണ്. എക്സാമ്പിളും പഠിക്കണം. സോളിഡ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാവുന്നത് കളേർഡ് ഗ്ലാസ്. എന്താണ് കളേർഡ് ഗ്ലാസ്? ജംസ്റ്റോൺസ്, മിനറൽസ്. എന്താണ് മിനറൽസ്? and alloys. In solid example ആയിട്ട് പറയാൻ പറ്റുന്നത് നമുക്ക്
സോളിഡ് ഈസ് ഡിസ്പേഴ്സ്ഡ് ഇൻ സോളിഡ് ലിക്വിഡ് അല്ലേ. സ്റ്റാർച്ച് ഇൻ വാട്ടർ നമ്മൾ ആദ്യം പഠിച്ച എക്സാമ്പിൾ സ്റ്റാർച്ച് ഇൻ വാട്ടർ, സ്റ്റാർച്ച് ഇൻ വാട്ടർ, മഡി വാട്ടർ, മഡി വാട്ടർ, സ്റ്റാർച്ച് ഇൻ വാട്ടർ, മഡി വാട്ടർ. ഗോൾഡ് സോൾ, ഗോൾഡ് സോൾ, ഗോൾഡ് സോൾ. ഓക്കെ, വേറെ പറയാൻ പറ്റുന്നത് പെയിന്റ്സ്. ഈ ഗോൾഡ് സോളിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറയും കേട്ടോ. ഗോൾഡ് സോൾ നമ്മൾ നന്നായിട്ട് പറയാനുണ്ട്, പഠിക്കാനുണ്ട് കേട്ടോ. സോളിഡ് ഇൻ ഗ്യാസ്, സോളിഡ് ഡിസ്പോസ്ഡ് ഇൻ ഗ്യാസ്, വിച്ച് ഈസ് എക്സാമ്പിൾ പറയാൻ പറ്റുന്നത് സ്മോക്ക്, സ്മോക്ക്, ഡസ്റ്റ് സ്റ്റോവ്, ഡസ്റ്റ് സ്റ്റോവ്. ഓക്കെ, ഇനി ലിക്വിഡ് ഇൻ സോളിഡ്, ലിക്വിഡ് ഇൻ സോളിഡ് ചീസ്, ബട്ടർ. ഏതാണ്? ചീസ്, ബട്ടർ. ലിക്വിഡ് ഇൻ ലിക്വിഡ് which is emulsion. emulsion എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് മിൽക്ക് ക്രീം. എന്താണ്? മിൽക്ക് ക്രീം. ഇന്നത്തെ നമുക്കുള്ളത് ലിക്വിഡ് എയറോസോൾ അല്ലെ, ലിക്വിഡ് ഡിസ്പോസ്ഡ് ഇൻ ഗ്യാസ്. എന്തൊക്കെ പറയാം നമുക്ക്? ക്ലൗഡ് അല്ലെ, ക്ലൗഡ്, 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 ഫോഗ്, സ്പ്രേ എക്സെട്ര. ഫോഗ്, സ്പ്രേ. ഓക്കെ, then gas in solid. The best example ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ബ്രെഡ്, കേക്ക് എക്സെട്ര. നാണ് ബ്രെഡ്, കേക്ക്. ഓക്കെ, then ഫോമിന് ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമ്പിൾ ആണ് സോപ്പ് ലാദർ, സോപ്പ് ലാദർ. സോമിക കളേർഡ് ഗ്ലാസ്, ജംസ്റ്റോൺ, മിനറൽസ്, അലോയ്സ്, ഇതിലൊക്കെ സോളിഡ്, സോളിഡിൽ ഡിസ്പോസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പൊ ഇത് വേണമെങ്കിൽ എക്സാമ്പിൾ ആയിട്ട് അലോയ്സ് എടുത്തു. അലോയ്സിൽ എന്താണ്? ഡിഫറെന്റ് മെറ്റൽസിന്റെ ഒരു എന്താ പറയുക മിക്സ്ചർ ആണ് അല്ലെ. അപ്പോൾ ഡിഫറെന്റ് മെറ്റൽസ്, അതായത് രണ്ട് സോളിഡ്, രണ്ട് മെറ്റൽ എടുത്തു കഴിഞ്ഞാൽ അതിനെ ഉരുക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പുതിയ കോമ്പിനേഷനാണ് അലോയ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഒരു സോളിഡ് മറ്റൊരു സോളിഡ് ഡിസ്പേഴ്സ് ചെയ്തിട്ടാവും. അതായത് സോളിഡ് സോളിഡ് സൊല്യൂഷൻ ആണ് ഏത്? കൊളോയിഡൽ സൊല്യൂഷൻ ആണ് അലോയ്. അതേപോലെ ബാക്കി എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇതിലൊന്നും നിങ്ങൾക്ക് സംശയം ഉണ്ടാവാൻ സാധ്യതയില്ല. ഇതാണ് ഒന്നാമത്തെ ടൈപ്പിലുള്ള ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് ഫേസസ് ഓഫ് കൊളോയിഡൽ സൊല്യൂഷൻസ്. ഇനി അടുത്ത രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരണമെങ്കിൽ നിങ്ങൾ ഓർമ്മിക്കേണ്ട ഒരു സംഗതി, നിങ്ങൾ അറിയേണ്ട ഒരു സംഗതി, ഈ പറയപ്പെട്ട 8 ടൈപ്പിൽ ചില ആൾക്കാർക്ക് ഒരു ഫ്ലൂയിഡ് നേച്ചർ ആണുള്ളത്. 8 ടൈപ്പിലുള്ളവർക്ക് ചില ഏതൊക്കെയാണെന്ന് നോക്കുമ്പോൾ മനസ്സിലാവും. ചില ടൈപ്പുകൾക്ക് ഫ്ലൂയിഡ് നേച്ചർ ആണുള്ളത്. എന്താണ് ഫ്ലൂയിഡ് നേച്ചർ? ഫ്ലൂയിഡ് ഒഴുകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ അറിയില്ലടോ, ഒഴുകാനുള്ള ടെൻഡൻസി കാണിക്കുന്നവരെയാണ് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതില് ഫ്ലൂയിഡ് ടെൻഡൻസി ഉള്ളവരുണ്ട്. ഈ ഫ്ലൂയിഡ് ടെൻഡൻസി ഉള്ളവരെ സാധാരണ പറഞ്ഞ പേരാണ്, ഫ്ലൂയിഡ് ടെൻഡൻസി ഉള്ളവരെ സാധാരണ ജനറലായിട്ട് പൊതുവെ പറഞ്ഞ പേരാണ് സോൾ. എന്താണ്? സോൾസ്. ഓക്കെ, ഫ്ലൂയിഡ് നേച്ചർ. കൊളോയിഡൽ സൊല്യൂഷൻസ് ഹാവിംഗ് ഫ്ലൂയിഡ് നേച്ചർ. കൊളോയിഡൽ സൊല്യൂഷൻസ് ഹാവിംഗ് ഫ്ലൂയിഡ് നേച്ചർ. ഓക്കെ, അപ്പോ അതില് ഒഴുകാനുള്ള ടെൻഡൻസി ഉണ്ടെങ്കിൽ മിക്കവാറും ഡിസ്പേർഷൻ മീഡിയം ഒന്നെങ്കിൽ ഗ്യാസ് ആയിരിക്കും അല്ലെങ്കിൽ ലിക്വിഡ് ആയിരിക്കും. അതിന് പൊതുവായിട്ട് കാണപ്പെടുന്നത് ലിക്വിഡാണ്, ഗ്യാസ് ഒന്നും ഇല്ലാന്നല്ല. ഓക്കെ, അപ്പൊ ഓർമ്മിക്കുക, ഡിസ്പേർഷൻ മീഡിയം ഗ്യാസ് ഓർ ലിക്വിഡ്, പൊതുവെ ലിക്വിഡാണ്. ഡിസ്പേഴ്സ്ഡ് ഫേസ് ആരോ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആരോ ഡിസ്പേർഷൻ മീഡിയം ജനറലി ലിക്വിഡാണ്.
ഓക്കെ, അപ്പോൾ ഈ ഡിസ്പേഴ്സ്ഡ് മീഡിയം ലിക്വിഡ് ആണെന്ന് പറഞ്ഞു. ഈ ലിക്വിഡ് ഏതാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഡിപ്പെൻഡ്സ് ഓൺ ദി നേച്ചർ ഓഫ് ദി ഡിസ്പേർഷൻ മീഡിയം, ഡിപ്പെൻഡ്സ് ഓൺ ദി നേച്ചർ ഓർ ബേസ്ഡ് ഓൺ ദി നേച്ചർ ഓഫ് ദി ഡിസ്പേർഷൻ മീഡിയം, these salts are classified. Salts എന്ന് പറഞ്ഞ colloidal solution ആണ്. ഓക്കെ, based on second classification ആണ് പറയുന്നത്, based on nature of a dispersion media. അപ്പൊ ഞാൻ ഈ ക്ലാസിഫിക്കേഷൻ പറയുമ്പോൾ നമ്മൾ എടുക്കുന്നത് ആരെയാണെന്ന് ഓർമ്മിക്കണം. സോൾസ്. ആരാ സോൾസ്? Salts are the general names of colloidal solutions having the fluid nature, that means which have a tendency to flow. In common, the dispersed medium of the salts are liquids. Okay, gas undillanalla. Okay, then based on the nature of this dispersed medium, that means based on the nature of the liquid, salts are different types. ഞാൻ പറയട്ടെ, ആ ഡിസ്പേർഷൻ മീഡിയം വാട്ടർ ആണെങ്കിൽ, അതായത് ലിക്വിഡ് ഡിസ്പേർഷൻ മീഡിയം ആകുന്ന ലിക്വിഡ് വാട്ടർ ആണെങ്കിൽ അതിന് പറഞ്ഞ പേരാണ് അക്വാസോൾ. എന്താണ്? അക്വാസോൾ. എന്താണ്? അക്വാസോൾ. അല്ലെങ്കിൽ പറഞ്ഞ വേറൊരു പേരാണ് ഹൈഡ്രോസോൾ. ഹൈഡ്രോസോൾ. ഇനി ഈ ഡിസ്പേർഷൻ മീഡിയം ആൽക്കഹോൾ ആണെങ്കിൽ, ആൽക്കഹോൾ ആണെങ്കിൽ അതിന് പറഞ്ഞ പേരാണ് ആൽക്കോസോൾ. ആൽക്കോസോൾ. ബെൻസീൻ ആണെങ്കിൽ പറഞ്ഞ പേരാണ് ബെൻസോസോൾ. ബെൻസീൻ ആണെങ്കിൽ ബെൻസോസോൾ. ഓക്കെ, ഇനി ഇപ്പൊ നോക്കി, മൂന്നെണ്ണം ഡിസ്പേർഷൻ മീഡിയം ആണ്, അത് മൂന്നെണ്ണം ലിക്വിഡ് ആണ്. ഇനി സപ്പോസ് അത് ഗ്യാസ് വിച്ച് ഇസ് എയർ ആണെങ്കിൽ അതിന് പറഞ്ഞ പേരാണ് എയറോസോൾ. എയറോസോൾ. ഓക്കെ, so these are the different classification of colloidal solutions. അപ്പൊ നമ്മൾ കൊളോയിഡൽ സൊല്യൂഷൻസിന്റെ രണ്ട് ഡിഫറെന്റ് ഫേസുകൾ പറഞ്ഞു. പിന്നെ ഫേസുകളുടെ ഫിസിക്കൽ സ്റ്റേറ്റ് അനുസരിച്ചിട്ടുള്ള 8 ടൈപ്പിലുള്ള കൊളോയിഡൽ സൊല്യൂഷൻസ് പറഞ്ഞു. സോൾസിന് പ്രധാനപ്പെട്ട 4 പറഞ്ഞു. ഓക്കെ, ഇനി വേറൊരു ടൈപ്പിലുള്ള ക്ലാസിഫിക്കേഷൻ ആണുള്ളത്, അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ.